ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷമാവുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പം മച്ചാന്മാർ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ടൈമിലാണ് നമ്മളെ നാറൂട്ടോ ചാപ്റ്റർ 3 ഇവന്റിനെ കുറിച്ചൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ്. അപ്പം ലീക്ക് പോലല്ല, ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ലീക്കേഴ്സിന്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ നാറൂട്ടോ ചാപ്റ്റർ 3 ഇവന്റ് നമ്മളെ FF വളരെ തന്നെ സംഭവിക്കാൻ പോവാണ്. അപ്പൊ അതുപോലെ തന്നെ ചാപ്റ്റർ 3 ഇവനിലൂടെ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വരും, ഇപ്പൊ ന്യൂ ആയിട്ട് ഏതൊക്കെ ബണ്ടിൽ വരും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് നമ്മൾ ഓൾഡ് ആയിട്ട് വന്ന് നമ്മൾ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ഒക്കെ വന്നല്ലോ. അപ്പൊ അതിലൂടെ നമുക്ക് നല്ല കിടിലൻ ബണ്ടിൽസ് ആയിട്ടും അതുപോലെ തന്നെ ഇമോട്ടായിട്ട് അങ്ങനെ കുറെ ഐറ്റംസ് നമ്മൾ FF വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും എല്ലാം റിട്ടേൺ ആയിട്ട് വരുമെന്നും കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നോക്കാൻ പോകുന്ന ഒരു വീഡിയോ ആട്ടോ. അപ്പൊ ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് പിക്കില്ല പല കമന്റുകൾക്കുള്ള ആൻസർ ഉണ്ട്. അപ്പൊ എല്ലാം നോക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതുപോലെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്ന ടൈമിൽ ഇതുപോലൊരു ഹൈപ്പ് ബട്ടൺ താഴെയായിട്ട് കാണാൻ പറ്റും, അതുകൂടി നിങ്ങൾ കൊടുക്കാട്ടോ. നമുക്കതൊരു സപ്പോർട്ടായിട്ട് മാറും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതുപോലെ നമ്മുടെ ചാനലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിനകം തന്നെ ഒരു 10-15 വീഡിയോ ആയി നമ്മൾ ടോട്ടലായിട്ട് നമുക്ക് 2 ചാനലിലെ കൂട്ടൊക്കെ അറിയിക്കാനും നമ്മൾ ടോട്ടലായിട്ട് ഒരു 85 റെഡിയും കൂടാണ് ഇത്ര ദിവസത്തിനൊന്നും കൊടുത്തില്ല കേട്ടോ. അപ്പൊ ഇത് മാത്രമല്ല, ഇനിയും നമ്മുടെ ചാനലിൽ കുറെ റെഡിയും കൂടാണ് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ റെഡിയും കോഡിന്റെ എണ്ണം കൂട്ടും. ഒരു വീഡിയോ തന്നെ 10-15 വരെ റെഡിയും കോഡ് കൊടുക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ആൾക്കാർ വരാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് റെഡിയും കോഡ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്ത നമ്മൾ സെക്കൻഡ് ചാനലും മലയാളി ബ്രോഡ്ജൻ ചാനലില്ല, അപ്പോൾ അതിലും വീഡിയോ വരും, അതുപോലെ തന്നെ ഇതിലും വരും. ഇപ്പോൾ 2 ചാനൽ സപ്പോർട്ട് ചെയ്ത് വെക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ഭാഗത്താണ് റെഡിയും കോഡ് കൊടുത്തു നോക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ടോട്ടലായിട്ട് 3 കോഡാണ് ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത്, സെക്കൻഡ് കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് കേട്ടോ. ഞാൻ ആരോ കൊടുത്തിട്ടുണ്ട്, 3rd കോഡും ഈ ഭാഗത്താണ് കൊടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കൊടുക്കാൻ പോകുന്ന കോഡിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 റെഡിയും കോഡാട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടാവുകൊണ്ട് മാത്രമാണ് റെഡിയും കോഡിൻ്റെ എണ്ണം കൂട്ടിയുള്ളത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എത്രത്തോളം തരാൻ പറ്റുന്നത് അത്രത്തോളം റെഡിയും കോഡിൻ്റെ എണ്ണം കൂടും. അതുപോലെ തന്നെ എമൗണ്ടിൽ മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഇനി റാൻഡമായ എമൗണ്ട് ആണ് കൊടുത്തുള്ളത്, എങ്കിൽ പോലും എമൗണ്ടിൽ നല്ല മാറ്റം വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ചാനൽ സപ്പോർട്ട് ചെയ്യാനും പറയാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റിലേക്ക് തന്നെ പോവാം. അപ്പം മച്ചാന്മാർ നമ്മൾ FF ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ നാറൂട്ടോ ചാപ്റ്റർ 3 ഇവന്റ് വരാൻ പോകുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത ടൈമിൽ തന്നെ കുറേയധികം സബ്സ്ക്രൈബേഴ്സ് ചാപ്റ്റർ 1 വരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ലീക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ലീക്ക് കിട്ടുന്നതാണ് വിചാരിച്ച് ഇത്ര പെട്ടെന്നൊരു ഒഫീഷ്യലായ കൺഫർമേഷൻ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം നമുക്ക് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ് ഒന്നുമില്ല, ഒഫീഷ്യലായിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗറീൻ്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ട് ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. നോക്കാം, നമ്മളെ കെല്ലി നമുക്ക് മെയിൻ ഇവന്റ് ഒക്കെ വരുന്ന ടൈമിൽ നമ്മളെ ഒഫീഷ്യലായ പേജിൽ നമ്മളെ കെല്ലിൻ്റെ ഇതുപോലെ തന്നെ ചെറിയ അതിൻ്റെ റിവ്യൂ ഇവന്റിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ഒക്കെ വീഡിയോ വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഹിഡൻ ലീഫ് വില്ലേജ്, അതുപോലെ തന്നെ ന്യൂ ജിക്സു, അതുപോലെ തന്നെ ഹിനാത്ത, അങ്ങനെ കുറച്ച് അപ്ഡേറ്റ് ടോപ്പ് സീക്രട്ട് എന്നൊക്കെ കൊടുത്തുള്ള സംഭവം കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പിന്നെ കൈ വെച്ചുകൊണ്ട് മറക്കുന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഹിനാത്ത എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതിന് ഏറ്റവും മുകളിൽ ടോപ്പിൽ നോക്കാൻ നാറൂട്ടോ. അപ്പോൾ ഇതിക്ക് മേലെ ഒന്നും പറയാനില്ല, വരാൻ പോകുന്നത് നമ്മുടെ നാറൂട്ടോ ചാപ്റ്റർ 3 ഇവന്റ് തന്നെയാണ്. അപ്പോൾ അറിയുന്ന ആൾക്കാരുടെ ഹിനാട്ട എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതുപോലെ ലീഫ് വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അറിയാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ചാപ്റ്റർ 1 നമ്മൾ FF എന്നുള്ള ചാപ്റ്റർ 1 ആയിക്കോട്ടെ ചാപ്റ്റർ 2 ആയിക്കോട്ടെ കിടിലനാല കൊളാബറേഷൻ ഇവന്റ് തന്നെയായിരുന്നു. അപ്പോൾ ചാപ്റ്റർ 3 ഇവന്റ് എന്തായാലും വരാൻ പോകണം. ഒത്തിരി മെയിൻ ആയിട്ട് നമുക്ക് ഹിനാത്ത ബണ്ടിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ, 100% കൺഫേം ആണ്. അപ്പോൾ മറ്റു വരാമെന്ന ബണ്ടിൽ ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന നോക്കുകയാണെങ്കിൽ ഓൾറെഡി കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് മെമ്പേഴ്സ് ആട്ടോ. ഞാൻ പേര് വായിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ അനിമയൊക്കെ കണ്ടൊരു അറിയുന്ന പേരിലൊക്കെ ഞാൻ വായിക്കുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ അത്രയൊന്നും അറിയില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം നമ്മളെ കിസാമി ബണ്ടിൽ, അതുപോലെ നമ്മൾ ഇറ്റാച്ചൊക്കെ ഓൾറെഡി വന്നു. അതുപോലെ നമ്മൾ ദീദേറ ബണ്ടിൽ, സസൂറി ബണ്ടിൽ, നമ്മൾ ഒബിറ്റോൻ്റെ ബണ്ടിൽ വന്നു. പിന്നെ നമ്മുടെ കൊനാന ബണ്ടിൽ, അതുപോലെ തന്നെ ഹിഡൻ ബണ്ടിലോ കുക്കൂസു ബണ്ടിൽ, അതുപോലെ തന്നെ ജിക്സു ബണ്ടിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബണ്ടിലാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ നാറൂട്ടോ ചാപ്റ്റർ 3 ഇവനിലൂടെ വരാൻ പോകുന്നത്. ഓൾറെഡി കിട്ടിയ അപ്ഡേറ്റ് ആട്ടോ. കഴിഞ്ഞ വർഷം
കിട്ടിയ അപ്ഡേറ്റ് ആണ്. എന്തായാലും വരും ദിവസം തന്നെ ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായ അപ്ഡേറ്റിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ലീഫ് വില്ലേജ് ഒക്കെ റിട്ടേൺ ആയിട്ട് വരുമെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ആ പോസ്റ്റിൽ കണ്ടല്ലോ, ലീഫ് വില്ലേജ് എന്തായാലും വരും കേട്ടോ. നമ്മുടെ ഹിഡൻ ലീഫ് വില്ലേജ് ഒക്കെ എന്തായാലും കിഡിലായിട്ട് നമ്മൾ FFലേക്ക് റിട്ടേൺ ആയിട്ട് വരാൻ പോവാണ്. അപ്പോൾ ആരൊക്കെയും ലീഫ് വില്ലേജിലൊക്കെ കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ അധികം നാളൊന്നും കാത്തിരിക്കേണ്ടിയും വരില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആനിവേഴ്സറി ഇവന്റ് കഴിഞ്ഞൊക്കെ തന്നെ നമ്മളെല്ലാവരും പ്ലേ ചെയ്യാൻ വേണ്ടി റെഡി ആയി നിന്നോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഓൾഡ് ഐറ്റംസ്, നമ്മൾ നറൂട്ടോ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 കൊണ്ടുള്ള ഓൾഡ് ആയ തിങ്സ് ഒക്കെ തിരിച്ചു വരുമോ ചാനൽ തിരിച്ചു വരാനും സാധ്യത കാണുന്നുണ്ട്, തിരിച്ചു വരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ ഇത് നമ്മുടെ നറൂട്ടോ ചാപ്റ്റർ 3. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ നറൂട്ടോ ചാപ്റ്റർ 3 ഇവന്റ് നമ്മുടെ ഫൈനൽ ഇവന്റ് ആണോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ FFൽ വരാവുന്ന ഫൈനൽ കൊളാബറേഷൻ, അപ്പോൾ നറൂട്ടോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫൈനൽ കൊളാബറേഷൻ ഇവന്റ് ആണോ എന്ന് അറിയില്ല. അപ്പോൾ ഫൈനൽ കൊളാബറേഷൻ ഇവന്റ് ഒക്കെയാണ് എന്തായാലും നമുക്ക് ലാസ്റ്റ് ചാൻസ് പറഞ്ഞാൽ നമ്മളെ എല്ലാ ഐറ്റംസും, നമ്മളെ നറൂട്ടോന്റെ ബണ്ടിലായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളെ ഇറ്റാച്ചിന്റെ ബണ്ടിലായിക്കോട്ടെ എല്ലാ ഐറ്റംസ് നമ്മൾ FFലേക്ക് മാക്സിമം റിട്ടേൺ ആയിട്ട് വരും. എന്തായാലും കൊണ്ടുവരും. ലാസ്റ്റ് ചാൻസ് എടുക്കാല, ലാസ്റ്റ് ചാൻസ് പറഞ്ഞുകൊണ്ട് എന്തായാലും റിട്ടേൺ ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് എനിക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നറൂട്ടോ ഇവന്റിലൂടെ ഇപ്പോൾ നമുക്ക് ചാപ്റ്റർ 3 ആണ് നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൂടി നോക്കുകയാണ്, അതുകൂടി നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് എല്ലാ ബണ്ടിലും കൊണ്ടുവന്നിട്ടുണ്ട്, ഏകദേശം എല്ലാ ബണ്ടിലും കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ചാപ്റ്റർ 4 വല്ല ചാൻസ് ഉണ്ടോ വെച്ചാൽ ചാൻസ് കുറവായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊരു നറൂട്ടോ കാണുന്ന ആളൊക്കെ ആണെങ്കിൽ, നിങ്ങൾ നറൂട്ടോ അനിമെ കണ്ട ആൾക്കാരാണെങ്കിൽ ഞാൻ ഇവിടെ പറയാത്ത വേറെ ഏതെങ്കിലും ബണ്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബണ്ടിലൊക്കെ ഉണ്ടെങ്കിൽ മെയിനായിട്ട് കുറച്ച് ബണ്ടിലൂടെ ഉണ്ട്, ഒരു പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ചാപ്റ്റർ 4 ഒക്കെ വരാൻ ചാൻസ് ഉണ്ടാവത്തുണ്ട്. ഞാനിവിടെ പറഞ്ഞ ബണ്ടിലൊക്കെ നമുക്ക് എന്തായാലും വരാൻ പോകുന്ന ബണ്ടിലാണ്. ഓൾറെഡി ഗറീൻ്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് കിട്ടില്ല ബണ്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ആരും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ മാക്സിമം നമുക്ക് എന്തായാലും റിട്ടേൺ ആയിട്ടുള്ള ഐറ്റംസ് വരാൻ സാധ്യത കൂടുതലാട്ടോ നമുക്ക് ഈ ഫൈനൽ ഇവന്റ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് എന്തൊക്കെ കിട്ടുമോ വെച്ചാൽ ഫ്രീ ആയിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മളെ ഹിനാത്തൻ്റെ ബണ്ടിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ഫീമെയിൽ ബണ്ടിലാണ് ഫ്രീ ലിസ്റ്റിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഹിനാത്തൻ്റെ ബണ്ടിലാന്ന് കൺഫേം അല്ല കേട്ടോ, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഐറ്റംസ് ഒരു പക്ഷേ നമുക്ക് ലെക്രോ ലുവനിലൂടെ നമുക്ക് ഗോൾഡ് വെച്ചൊക്കെ സ്പിൻ ചെയ്യാൻ പറ്റുന്ന ലെക്രോ ലുവനിലൂടെ നമുക്ക് ഡീമൻസ് ലാൻഡ് ടൈമിലൊക്കെ വന്നല്ലോ ഗോൾഡ് റോല്. അപ്പോൾ അതിലൊക്കെ സ്പെഷ്യലായ ഗോൾഡ് റോൾ ഇവൻ്റ് ഒക്കെ ഇല്ല, അപ്പോൾ അതിലൂടെയൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊന്നും അപ്ഡേറ്റ് പറയാനായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ കൊളാബറേഷൻ ഇവന്റ് നമ്മൾ FFലേക്ക് റിട്ടേൺ ആയിട്ട് വരാണെങ്കിൽ ഏത് ടൈമിൽ വരുന്ന വെച്ചാൽ മാക്സിമം നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന പാച്ച് അപ്ഡേറ്റിലൂടെ OB55 അപ്ഡേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ വരാൻ പോകുന്ന ഒരു ഇവന്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഗറീൻ്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ട് തന്നെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ പ്രതീക്ഷിക്കാവുന്ന നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് വരാമെന്ന് സെപ്റ്റംബർ 16-ാം തീയതിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസമൊക്കെ ആയിട്ട് എന്തായാലും ഇവന്റ് പ്രതീക്ഷിക്കാം. മാക്സിമം നമുക്ക് സെപ്റ്റംബർ ടൈമിൽ തന്നെ ഇവന്റ് വരാം. അപ്പോൾ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടാണ് നറൂട്ടോ ചാപ്റ്റർ 3 ഒക്കെ വരാൻ പോകുന്നു. ലീക്കേഴ്സിന്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ നറൂട്ടോ ചാപ്റ്റർ 3 ഇവന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ഒന്ന് ഈ നറൂട്ടോ എന്ന് എഴുതി ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ന്യൂ ആയിട്ട് ഇതിനെക്കുറിച്ച് വല്ല അപ്ഡേറ്റും കിട്ടണേ എന്തായാലും നമ്മളെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മളെ കഴിഞ്ഞ വീഡിയോന്ന് പിക്കില്ല ടോപ്പ് പല കമൻറ്റുകൾക്കുള്ള ആൻസർ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബ്രദർ കമൻറ്റ് ചെയ്യുന്ന ഒരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഫ്രീ ആയിട്ട് സ്കാർഫ് സ്കിന്ന് കിട്ടുമെന്നാണ് ഈ ബ്രദർ ചോദിച്ചില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ലീക്കേഴ്സ് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റയിലായിക്കോട്ടെ അതുപോലെ തന്നെ യൂട്യൂബിലായിക്കോട്ടെ എല്ലായിടത്തും നമുക്ക് നോക്കുകയാണ് ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഫിസ്റ്റ് സ്കിന്ന് സ്കാർഫ് സ്കിന്ന് അതിനെക്കുറിച്ചൊക്കെയാണ് വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒക്കെ ഫേക്കാണ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനൊന്നും സാധ്യതയില്ല. അപ്പോൾ സ്കാർഫ് സ്കിന്നൊക്കെ ഫ്രീ ആയിട്ട് ആനിവേഴ്സറി ടൈമിൽ കൊടുക്കുകയാണ് എന്തായാലും അത് നമ്മുടെ കലണ്ടറിലൊക്കെ മെൻഷൻ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആനിവേഴ്സറി ടൈമിൽ ഫ്രീ ആയിട്ട് കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരുമെന്ന് അറിയില്ല, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഗോൾഡൻ ഏഞ്ചലിക്ക പാൻറ് റിട്ടേൺ വരുമെന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏഞ്ചലിക്ക പാൻറ്റിനെ കുറിച്ചും കുറേ കമൻറ്റ് കണ്ടു. അപ്പോൾ ഏഞ്ചലിക്ക പാൻറ് നമ്മുടെ FFൽ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു പാൻറ് തന്നെയാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ FFലേക്ക് റിട്ടേൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ ആനിവേഴ്സറി ടൈമിലൊക്കെ വരുന്നതാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടില്ല അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏഞ്ചലിക്കിൻ്റെ ഒരു ഐറ്റം പോലും നമ്മൾ FFലേക്ക് ഇനി റിട്ടേൺ ആയിട്ട് വരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇപ്പോൾ തൽക്കാലമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ റിട്ടേൺ ആയിട്ട് എന്തായാലും വരും. ഇപ്പോൾ കുറച്ച് ടൈം എടുക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഈ മാസം ജൂലൈ മന്തൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ എന്തായാലും ജൂലൈ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് എന്തായാലും വരാൻ സാധ്യത കാണുന്നുണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണ്, അതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരാണെങ്കിൽ എന്തായാലും അറിയിക്കാം കേട്ടോ. അടുത്തതായിട്ടുള്ളൊരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കോബ്ര MB40 കുറിച്ചിട്ട് കേട്ടോ. കോബ്ര MB40 റിട്ടേൺ വരുമെന്നാണ് ഈ ബ്രദർ ചോദിച്ചുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇവവാട്ടിനോട് വരാൻ പോകുന്ന ഏകദേശം ഐറ്റംസ് ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു ഒഫീഷ്യലായ ബാനറൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോബ്ര
MB40 വരില്ല എന്നൊന്നും പറയാനായിട്ടില്ല. കുറച്ച് ദിവസം പറഞ്ഞാൽ നമുക്ക് നാളെ തന്നെ ഇതിനൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ കഴിഞ്ഞ അപ്ഡേറ്റിലൂടെ നമ്മൾ ഗറീന ചെയ്തുള്ള ഒരു കാരണം നോക്കാം. നമ്മളെ MB40ക്ക് നല്ല പവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ സംഭവം എന്തോ ഉണ്ട്, നമ്മളെ MB40 ആയിട്ട് എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നേ നമ്മൾ കോബ്ര MB40, അപ്പോൾ കോബ്ര MB40 വന്നിട്ടില്ലെങ്കിൽ അത് നെക്സ്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ പോക്കർ തന്നെ കേട്ടോ, നമ്മളെ പോക്കർ ഫാമിലി തിരിച്ചെത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് ആനിവേഴ്സറി ടൈമിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ആനിവേഴ്സറി ടൈമിൽ അപ്പോൾ ജൂലൈ മന്ത് ഉള്ള പോക്കർ MB40 റിട്ടേൺ ചാൻസ് കാണുന്നുണ്ട്. അതും കോബ്ര MB40 വന്നിട്ടില്ലെങ്കിൽ കേട്ടോ. ഓക്കെ, വരാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചാൻസ് ഒക്കെ ഒരു വർഷം നീളാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഒരു ബ്രദർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ മാജിക് ക്യൂബ് സ്റ്റോറിൽ ജോക്കർ ബണ്ടിൽ റിട്ടേൺ വരുമെന്നാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടില്ല. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഈ ആനിവേഴ്സറി ടൈമിൽ തന്നെ സെക്കൻഡ് സ്റ്റോറൊക്കെ വരുന്നൊക്കെ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന അറിയില്ല. അപ്പോൾ അതിൽ വരുമെന്ന് അറിയില്ല. എന്തായാലും അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഒരു പക്ഷേ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തതായി നമ്മൾ ന്യൂ ആയ സാമുറായ് ബണ്ടിൽ എപ്പോൾ റിട്ടേൺ വരും എന്നാണ് ഈ ബ്രോ ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾഡ് ആയ സാമുറായ് ബണ്ടിൽ റിട്ടേൺ വരുന്നു കുറേ ആൾക്കാർ കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ന്യൂ ആയ സാമുറായ് ബണ്ടിൽ നമ്മൾ FFലേക്ക് വരാൻ പോകും നോക്കണം നമുക്ക് ആഗസ്റ്റ് മന്തിലാട്ടോ. അപ്പോൾ ജൂലൈ കണ്ടില്ല ആഗസ്റ്റ് മന്തിലാണ് നമ്മൾ സാമുറായ് ബണ്ടിൽ കിഡിലനാല ഇവൻ്റ് ഒക്കെ വരാമെന്ന് ഫ്രീ റിവാർഡ്സും എല്ലാ കാരണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ ഓൾറെഡി നമ്മളെ സെക്കൻഡ് ചാനൽ ചെയ്തിട്ടുണ്ട്. അറിയണമെന്നുള്ളവർക്ക് എന്തായാലും ആ വീഡിയോ കണ്ടുകൊണ്ട് അതിലൂടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ന്യൂ ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണുന്നവർക്ക് എന്തായാലും കണ്ടുകൊണ്ട് അറിയാവുന്നതാട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഓൾഡ് ആയ സാമുറായിലെ പല ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ റിട്ടേൺ ആയിട്ട് വരാനും ചാൻസ് ഉണ്ട്. എന്തായാലും അറിയിക്കുക കേട്ടോ. വരും ദിവസത്തിന് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ FFലേക്ക് അപ്കമിങ് ആയിട്ട് വരാവുന്ന ഇവന്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാവുന്ന ഐറ്റത്തിനെ കുറിച്ചോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യും. നല്ല കമൻറ്റും കാലൊക്കെ മാക്സിമം ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 850 ലൈക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് കംപ്ലീറ്റ് ആവില്ല. ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ട് റെഡിയും കൂടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പറ്റുന്നവർക്കൊക്കെ മാക്സിമം നമ്മൾ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.